കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പഠിച്ചു. ഇനി ഏതൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതിയാലും അത് ബാലൻസ്ഡ് ആയിരിക്കണം. സോ വാട്ട് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓർ ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. Consider an equation magnesium plus oxygen giving magnesium oxide. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇക്വേഷനിൽ മഗ്നീഷ്യവും ഓക്സിജനുമാണ് റിയാക്ടൻസ്. അതേസമയം മഗ്നീഷ്യം ഓക്സൈഡ് ആണ് പ്രോഡക്റ്റ്. ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ ഈക്വൽ ഓൺ ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. അതായത് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള എലമെന്റിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണെങ്കിൽ അത്തരം റിയാക്ഷനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കാം. റിയാക്ടന്റ് സൈഡിൽ എനിക്ക് കാണാം ഒരു മഗ്നീഷ്യം മോളിക്യൂള് ഒരു ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് 1 മോളിക്യൂൾ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇനി റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് ആദ്യത്തെ മഗ്നീഷ്യം മോളിക്യൂളാണ്. ഈ മഗ്നീഷ്യം മോളിക്യൂൾ ഇസ് മോണോ അറ്റോമിക്, അതായത് ഇതിൽ ഒരു മഗ്നീഷ്യം ആറ്റമേ ഉള്ളൂ. 1 മഗ്നീഷ്യം ആറ്റം ഇൻ മഗ്നീഷ്യം മോളിക്യൂൾ. ഇനി രണ്ടാമതായി ഓക്സിജൻ മോളിക്യൂളാണ്. ഈ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡൈ അറ്റോമിക് ആണ്. ഓക്സിജൻ മാത്രമല്ല നൈട്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ ഇവയെല്ലാം ഡൈ അറ്റോമിക് ആണ്. സോ ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ഒരു മോളിക്യൂൾ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്. അതിൽ ഒരു മഗ്നീഷ്യം ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ആണ് ഉള്ളത്. സോ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ മഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. അതായത് റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് മഗ്നീഷ്യം സെയിം ആണ്. അതേസമയം ഓക്സിജൻ ഇവിടെ ബാലൻസ്ഡ് അല്ല. കാരണം റിയാക്ടന്റ് സൈഡിൽ 2 ഓക്സിജൻ ആറ്റവും പ്രോഡക്റ്റ് സൈഡിൽ ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ. സോ ദിസ് ഇക്വേഷൻ ഇസ് നോട്ട് ബാലൻസ്ഡ്. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് സൈഡിൽ ഒരു 2 ആഡ് ചെയ്യാം. ഐ ക്യാൻ പുട്ട് 2 ഓൺ ദി പ്രോഡക്റ്റ് സൈഡ്. ഇനി ഈ പ്രോഡക്റ്റ് സൈഡിൽ 2 ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2 എപ്പോഴും ഒരു കോയിഫിഷ്യൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ 2 ഈസ് ഓൾവേസ് ആഡഡ് ആസ് കോയിഫിഷ്യൻ്റ്. കെമിക്കൽ ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് കോയിഫിഷ്യൻ്റ്. ആൻഡ് ഈ കോയിഫിഷ്യൻ്റെ മീനിങ് എന്താണ്? കോയിഫിഷ്യൻ്റ് ഷോസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓർത്തിരിക്കുക, ഒരിക്കലും നമ്മൾ ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ MgO2 എന്ന് എഴുതാൻ ഒക്കത്തില്ല. ദാറ്റ് മീൻസ് വി കനോട്ട് ചേഞ്ച് ദി കെമിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ഈ 2 എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഇപ്പൊ ഇവിടെ 2 ഉണ്ട്. സോ രണ്ടാമത്തെയാണ് സബ്സ്ക്രിപ്റ്റ്. ആൻഡ് ദ സബ്സ്ക്രിപ്റ്റ് ഓൾവേസ് ഗീവ്സ് ദി നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും സബ്സ്ക്രിപ്റ്റ് ആഡ് ചെയ്യില്ല, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ചേഞ്ച് ചെയ്യില്ല. അതിന് പകരം നമുക്ക് കോയിഫിഷ്യൻസ് ആഡ് ചെയ്യാം. ഇവിടെ കോയിഫിഷ്യൻ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ 2 മോളിക്യൂൾ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡിൽ ഒരു മഗ്നീഷ്യം ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ആണ് ഉണ്ടായിരുന്നത്. When it is 2, it becomes 2 magnesium atom and 2 oxygen. ഈ കേസിൽ ഓക്സിജൻ ബാലൻസ്ഡ് ആയി, because number of atoms is same on reactant and product side, while this magnesium atom is not balanced. ഇനി മഗ്നീഷ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടി റിയാക്ടന്റ് സൈഡിൽ ഒരു 2 കോയിഫിഷ്യൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഇവിടെയും 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ആഡ് ചെയ്യില്ല. വി cannot change the symbol or chemical formula. We can only add numbers as coefficient. ഇവിടെ 2 ആഡ് ചെയ്താൽ ഇവിടെ 2 മഗ്നീഷ്യമായി. അപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷൻ നോക്കാം. റിയാക്ടന്റ് സൈഡിൽ 2 മഗ്നീഷ്യം ആറ്റം, പ്രോഡക്റ്റ് സൈഡിലോ 2 മഗ്നീഷ്യം ആറ്റം. ഇനിയും റിയാക്ടന്റ് സൈഡിൽ 2 ഓക്സിജൻ ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും 2 ഓക്സിജൻ. സോ ദർ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇസ് ഈക്വൽ ഓൺ ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. വി ക്യാൻ സേ ദിസ് ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. അങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഷുഡ് റിമെയിൻ ദ സെയിം ഓൺ റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും കോയിഫിഷ്യൻ്റ് ആഡ് ചെയ്യാം. അതേസമയം സബ്സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓൺലി വി ക്യാൻ ആഡ് നമ്പേഴ്സ് ആസ് കോയിഫിഷ്യൻ്റ്. ഇനി വൈ ഷുഡ് ബി ബാലൻസ് ആൻ ഇക്വേഷൻ? എന്തുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യണം? All equations should be balanced so that it obeys law of conservation of mass.
എല്ലാ ഇക്വേഷൻസും ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്. ഇനി എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ്സ് ദാറ്റ് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. Or it can also be stated as total mass of reactant should be equal to total mass of products. അത് റിയാക്ടൻസിന്റെ മാസും പ്രോഡക്ട്സിന്റെ മാസും ഒരു റിയാക്ഷനിൽ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. സോ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഇക്വേഷൻസും ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് റൂൾസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡാണ്. ഹിറ്റ് ആൻഡ് ട്രയൽ. സോ ഫസ്റ്റ് റൂൾ ഇസ്, ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി ഷുഡ് റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വി ഷുഡ് ലിസ്റ്റ് ഡൗൺ ദി ആറ്റംസ് പ്രസന്റ് ഇൻ ദി ഇക്വേഷൻ. ദി ആറ്റംസ് പ്രസന്റ് ഇൻ ദി ഇക്വേഷൻ. ഇക്വേഷനിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടോ അതിനെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇനി ആറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് we should write down the number of atoms of each element present in the reactant and product side. That is, we should write down the number of atoms each element on reactant side and product side, അല്ലെങ്കിൽ LHS and RHS. ഇനി ഇത്ര എഴുതി കഴിഞ്ഞാൽ we can start balancing. ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഇക്വേഷനിൽ പോളി അറ്റോമിക് അയോൺസ് ഉണ്ടെങ്കിൽ ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് പോളി അറ്റോമിക് അയോൺസ് ആണ്. സോ ഫസ്റ്റ് വി ഷുഡ് ബാലൻസ് പോളി അറ്റോമിക് അയോൺസ്. പോളി അറ്റോമിക് അയോൺസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്സൈഡ് അയോൺ, അല്ലെങ്കിൽ നൈട്രേറ്റ് അയോൺ NO3 2-, അല്ലെങ്കിൽ കാർബണേറ്റ് അയോൺ CO3, അമോണിയം അയോൺ H4+, സൾഫേറ്റ് SO4 2-. ഇതൊക്കെയാണ് പോളി അറ്റോമിക് അയോൺസ്. സോ ഒരു ഇക്വേഷനിൽ ഈ പോളി അറ്റോമിക് അയോൺസ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യേണ്ടത്. ദെൻ വി ഷുഡ് ഗോ ഫോർ മെറ്റൽസ്, നോൺ മെറ്റൽസ്. പോളി അറ്റോമിക് അയോൺസ്, മെറ്റൽസ്, നോൺ മെറ്റൽസ് എല്ലാം ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് പ്രിഫറൻസ് ഇസ് ഗിവൺ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവിടെ പോളി അറ്റോമിക് അയോൺസ് ലിസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ദിസ് പോളി അറ്റോമിക് അയോൺ ഷുഡ് ബി പ്രസന്റ് ഓൺ ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും പോളി അറ്റോമിക് അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എലമെന്റ്സ് ആയിട്ട് തന്നെ എഴുതണം. സോ ഇതാണ് ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഇനി മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോർ ബാലൻസിങ് വി ഷുഡ് ഓൺലി ആഡ് കോഎഫിഷ്യന്റ്. വി ഷുഡ് ആഡ് കോഎഫിഷ്യന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫോർമുല. Never change the chemical formula or add subscript. ഒരു ഇക്വേഷനിൽ നമുക്ക് കെമിക്കൽ ഫോർമുല മോഡിഫൈ ചെയ്യാനോ സബ്സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനോ പാടില്ല. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തായിട്ട് ഒരു ഇക്വേഷനിൽ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ വി ഷുഡ് എലിമിനേറ്റ് ഫ്രാക്ഷൻസ്. സപ്പോസ് ഒരു ഇക്വേഷനിൽ C+O2 ഗിവിങ് CO, അതായത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇവിടെ ഞാൻ ഓക്സിജന് കോയിഫിഷ്യൻ്റ് ആയിട്ട് ഹാഫ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. പക്ഷേ ഒരു ഇക്വേഷന് നമ്മൾ ഫ്രാക്ഷൻസ് നിലനിർത്തിക്കൊണ്ട് ബാലൻസ് ചെയ്യാൻ പാടില്ല. ഈ ഫ്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ഐ ഷുഡ് മൾട്ടിപ്ലൈ ദിസ് എൻറ്റയർ ഇക്വേഷൻ ബൈ 2. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ദ ഇക്വേഷൻ ബിക്കംസ് 2C+O2 ഗിവിങ് 2CO. വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ടു എലിമിനേറ്റ് ഫ്രാക്ഷൻസ് ഇൻ എൻ ഇക്വേഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള റൂൾസ് ആണ്. ഫസ്റ്റ് വി ഷുഡ് റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ, ദെൻ വി ഷുഡ് ലിസ്റ്റ് ഔട്ട് ദി ആറ്റംസ് പ്രസന്റ് ഇൻ ദി ഇക്വേഷൻ. ഇനി എല്ലാ ആറ്റംസും എഴുതി കഴിഞ്ഞാൽ റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഉള്ള എലമെന്റ്സിന് നമ്പർ ഓഫ് ആറ്റംസ് എഴുതുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിഫറൻസ് എന്ന് പറയുന്നത് റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും പോളി അറ്റോമിക് അയോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ബാലൻസ് ചെയ്യണം.
എന്നിട്ട് മെറ്റൽസ്, നോൺ മെറ്റൽസ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഹൈഡ്രജനും ഓക്സിജനും. ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, എപ്പോഴും നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് കോയിഫിഷ്യൻ്റ് ആയിട്ടാണ്. വി ഷുഡ് നെവർ ആഡ് നമ്പേഴ്സ് ആസ് സബ്സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ വി ഷുഡ് നെവർ മോഡിഫൈ ദി കെമിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ആൻഡ് ഫൈനലി ഒരു ഇക്വേഷനിൽ ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് എലിമിനേറ്റ് ഓൾ സച്ച് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.